വെളുത്ത മുന്തിരിങ്ങയാണെന്ന് തോന്നുന്നു മോസ്റ്റ്ലി ഇങ്ങനെ ഒരു നീളത്തിലുള്ള ഷേപ്പിൽ വരുന്നത്. ഇങ്ങനെ കുറച്ച് നീളത്തിലുള്ള മുന്തിരിങ്ങ കാണുമ്പോൾ എപ്പോഴും നമ്മുടെ നാട്ടിലെ ഇലുമ്പൻ പുളി എന്നൊക്കെ പറയുന്ന ആ ഒരു പുളിയുടെ അച്ചാർ ഉണ്ടാക്കുന്നതിന്റെ ഓർമ്മയാണ് വരുന്നത്. ബാക്കി നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻ സ്റ്റോഴ്സിലൊക്കെ നമ്മൾ ചെന്ന് വാങ്ങിക്കാറുണ്ടെങ്കിലും ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ ഒരു പ്രാവശ്യം പോലും ഈ ഇലുമ്പൻ പുളി ഇങ്ങനെ വാങ്ങിച്ചതോ കഴിച്ചതോ ആയിട്ട് ഓർക്കുന്നതേ ഇല്ല. അപ്പൊ ഈ മുന്തിരിങ്ങ കണ്ടപ്പം ആ ഒരു ഇലുമ്പൻ പുളിയുടെ അച്ചാറിന്റെ രുചി ഇങ്ങനെ നാവിൻ തുമ്പിൽ വന്നപ്പോഴാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. എല്ലാ വർഷവും നാട്ടിൽ ചെല്ലുമ്പം മാത്രമാണ് ഇലുമ്പൻ പുളിയുടെ അച്ചാർ കഴിക്കാൻ കിട്ടുന്നത്. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന അച്ചാറുകളുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടാണല്ലോ. ഇത് നീളത്തിലുള്ള ഒരു മുന്തിരിങ്ങ ആയിരുന്നതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ ആ ഒരു നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. എന്റെ അറിവിൽ ഒരു ഓൾമോസ്റ്റ് 95% ആൾക്കാരും അച്ചാർ ഉണ്ടാക്കുമ്പം ഉലുവയൊക്കെ വറുത്ത് പൊടിച്ചിട്ടാണ് ചേർക്കാറുള്ളത്. പക്ഷെ ഞാൻ എപ്പോഴും കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ ഉലുവയും കൂടെ പൊട്ടിച്ചിട്ടാണ് അച്ചാറിൽ ചേർക്കുന്നത്. കാരണം ആ ഒരു ഗ്രേവിയിൽ ഇങ്ങനെ കിടക്കുന്ന ഉലുവ അച്ചാറിന്റെ കഷ്ണങ്ങളുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയതുകൊണ്ടാണ്. ചിലപ്പോൾ ഉലുവ ഇങ്ങനെ ചിലപ്പോഴല്ല, ഉലുവ പൊടിച്ച് ചേർക്കുമ്പോഴാണ് അച്ചാറിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ അച്ചാറിനുള്ള ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നും ഒരുപാട് അങ്ങ് വഴറ്റി വറുത്ത് എടുത്തിട്ടല്ല ഞാൻ ഈ അച്ചാറിന്റെ മസാലകളൊക്കെ ചേർക്കുന്നത്. അച്ചാറിന് വേണ്ടിയിട്ടും സ്പെഷ്യൽ മസാലകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ, അച്ചാർ മസാലകൾ. പക്ഷെ അങ്ങനെയുള്ള മസാല ഞാൻ ചേർക്കാറില്ല. സാധാരണ നമ്മുടെ കായം, മഞ്ഞള്, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ ചുവന്ന അച്ചാറാണെങ്കിൽ കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട്. നമ്മുടെ ആ ഇലുമ്പൻ പുളിയുടെ തൊലി പോലെ ഈ നീളത്തിലുള്ള മുന്തിരിങ്ങയുടെ തൊലിയും കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ 2 ദിവസം അച്ചാറിന്റെ ആ ഗ്രേവിയിലൊക്കെ കിടന്നു കഴിയുമ്പം അതിന്റെ തൊലി കുറച്ച് സോഫ്റ്റ് ആയി കിട്ടും എന്നുള്ള ഒരു വിചാരത്തിൽ ഞാൻ മുന്തിരിങ്ങയും കൂടെ ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാതെ ഗ്രേവിയിൽ കുറച്ച് ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം ചേർത്തിട്ട് ആ വെള്ളത്തിലാണ് മുന്തിരിങ്ങ ഇട്ടെടുത്തത്. പക്ഷെ ഞാൻ 2 ദിവസമൊക്കെ കഴിഞ്ഞൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും മുന്തിരിങ്ങയുടെ തൊലിക്ക് നല്ല കട്ടി തന്നെയായിരുന്നു. അതൊട്ടും സോഫ്റ്റ് ആയിട്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ട് മുന്തിരിങ്ങയുടെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇലുമ്പൻ പുളിയുടെ അച്ചാർ പോലെ അല്ലാതെ അത് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയായിരുന്നെങ്കിൽ അതിന്റെ മുന്തിരിങ്ങയുടെ തൊലി ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയേനെ. ഞാൻ ഓർക്കുന്നത് മുന്തിരിങ്ങ എന്ന് പറയുമ്പോൾ മുഴുവൻ അതിൽ വെള്ളം അംശമല്ലേ, പെട്ടെന്ന് അതങ്ങ് അലിഞ്ഞു പോവുമായിരിക്കും, ആ ഗ്രേവിയിൽ ഇരിക്കുമോ ഈ മുന്തിരിങ്ങ കുറച്ച് ദിവസമെങ്കിലും എന്നൊക്കെ ഓർത്താണ് ഉണ്ടാക്കിയത്. പക്ഷെ നമ്മൾ ആ പച്ചയ്ക്ക് കഴിക്കുന്ന മുന്തിരിങ്ങ പോലെ തന്നെ അത്ര ഹാർഡായിട്ട് തന്നെ ആ ഗ്രേവിയിൽ കിടക്കുകയായിരുന്നു ഈ മുന്തിരിങ്ങ. മുന്തിരിങ്ങയല്ലേ, അത് പെട്ടെന്ന് തന്നെ ഈ ഗ്രേവിയിൽ അങ്ങ് അലിഞ്ഞു ചേരുമെന്ന് വിചാരിച്ച് ഞാൻ ഈ തിളപ്പിച്ച വെള്ളത്തിൽ മുന്തിരിങ്ങ ഇട്ടിട്ടും ഒരുപാടിട്ട് വേവിച്ചൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. 2-3 തിളയൊക്കെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഞാനങ്ങ് ഗ്യാസ് ഓഫ് ചെയ്തിരുന്നു. പക്ഷെ ഒന്നുകിൽ ആ എണ്ണയിൽ വഴറ്റിയെടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ കുറച്ചു നേരം നമ്മളത് വേവിച്ചെടുത്തിരുന്നെങ്കിൽ ഒന്നുകൂടെ സോഫ്റ്റ് ആയി കിട്ടിയെന്നെയായിരുന്നു. മുന്തിരിങ്ങയുടെ ഉള്ളിലേക്കും ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നമ്മൾ മീനൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് വരയുന്നത് പോലെ മുന്തിരിങ്ങയിലെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2ആയിട്ടങ്ങ് പിളർന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല, 2 പീസസ് ആക്കിയിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഗ്രേവിയൊക്കെ ആ മുന്തിരിങ്ങയുടെ ഉള്ളിലും ഒക്കെ കയറിയിട്ട് മുന്തിരിങ്ങ ഈ ഒരു ചെറിയ എരിവിന്റെയും പുളിയുടെയും ഒക്കെ കൂടെ, കാരണം ലാസ്റ്റ് പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചെറിയൊരു മധുരവും പുളിയും ഉപ്പും എരിവും എല്ലാം കൂടെ ചേർന്ന് നല്ല ഒരു ടേസ്റ്റ് ആയിരുന്നു മുന്തിരിങ്ങയുടെ അച്ചാറിന്. ഞാനിതുവരെ ഇങ്ങനെ മുന്തിരിങ്ങയുടെ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഇതിപ്പം ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള മുന്തിരിങ്ങ കണ്ടപ്പം നമ്മുടെ ഇലുമ്പൻ പുളിയെയും ഒക്കെ ഒരു ഓർമ്മ വന്നപ്പം പെട്ടെന്നങ്ങ് ഉണ്ടാക്കി നോക്കിയ ഒരു അച്ചാറാണ്. മുന്തിരിങ്ങയെ പറ്റി ഞാൻ വിചാരിച്ചിരുന്നത് മുന്തിരിങ്ങയുടെ അകമൊക്കെ നിറച്ച് വെള്ളമാണ്, പൾപ്പാണ്, അത് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞ് ഇല്ലാതാകും ആ ഗ്രേവിയിൽ എന്നൊക്കെയാണ് ഓർത്തിരുന്നത്.
പക്ഷേ വിചാരിച്ചതുപോലെ നമ്മൾ ചിലപ്പം ചില ആൾക്കാരെ കുറിച്ചൊക്കെ പറയല്ലേ നമ്മളിങ്ങനെ വിചാരിച്ചതുപോലെ അത്ര സോഫ്റ്റ് അല്ല എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ വിചാരിച്ചതുപോലെ അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് അല്ല മുന്തിരിങ്ങ എന്ന് മനസ്സിലായി. അകമൊക്കെ നല്ലതായിട്ട് സോഫ്റ്റ് ആയി, ആ മസാലയൊക്കെ ചേർന്ന് നല്ല അലിഞ്ഞ് ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ആ ഒരു മുന്തിരിങ്ങയുടെ തൊലി നല്ല ഹാർഡായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അതിന് ഒന്നുകിൽ നമ്മൾ ആ എണ്ണയിൽ വഴറ്റിയെടുത്താൽ മതി, അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ മുന്തിരിങ്ങ നന്നായിട്ട് വേവിച്ചിട്ട് ചേർക്കുകയോ, അല്ലെങ്കിൽ അച്ചാറിന്റെ മസാലയിലൂടെ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പം മുന്തിരിങ്ങയും കൂടെ കുറച്ചു നേരം ഒന്ന് വേവിച്ച് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ചൂട് ചോറിന്റെയും കഞ്ഞിയുടെയും കൂടൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ കടുക് പൊട്ടിച്ചതിന്റെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ ഉലുവയും കൂടെ പൊട്ടിച്ചെടുത്ത് അതൊരു ഇതിന്റെ കൂടെ കഴിക്കാനായിട്ടൊരു എരിവും പുളിയും ഒക്കെ ചേരുന്നതിന്റെ കൂടെ ഉലുവയുടെ ചെറിയൊരു കയ്പ്പ് രസവും കൂടെ ഒക്കെ ആകുമ്പം നല്ലൊരു കോമ്പിനേഷനാണ്.